ഒരു സാഹചര്യവുമില്ല, ഒരു നിരൂപണയും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും പരിപാടിക്കാണെങ്കിൽ വരിക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ വോട്ടവകാശം അത് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ സാധിച്ചതിൽ പ്രാവശ്യം അത് വിനിയോഗിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. എല്ലാം നല്ലതിന് വരട്ടെ. എല്ലാ എന്താ പറയുക, വിജയിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നാടിനെ ഭരിക്കുവാനായിട്ട് അല്ലെങ്കിൽ സേവിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാവട്ടെ. ഞാൻ എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലെ നല്ല ഭരണം ഉണ്ടാവട്ടെ. ഏത് ഭരണമാണെങ്കിലും, തുടർഭരണമാണെങ്കിലും തുടരാത്ത ഭരണമാണെങ്കിലും നല്ല ഭരണം ഉണ്ടാവട്ടെ എന്നാണ് എല്ലാ ജനങ്ങളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ലെഫ്റ്റ് വരുമോ? ലെഫ്റ്റ് വരുമെന്നോ? ലെഫ്റ്റും റൈറ്റും സ്ട്രൈറ്റും എല്ലാം ആവട്ടെ. എന്താണെങ്കിലും സ്ട്രൈറ്റ് ആവട്ടെ എന്നുള്ളതാണ്. ഇടതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അത് നേരെ ആവട്ടെ എന്നുള്ളതാണ് എല്ലാ ജനങ്ങളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരനെ സിനിമയിലൊക്കെ രാഷ്ട്രീയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പോലും നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള വിജയാശംസകൾ നേരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല ഭരണം ഏറ്റവും നല്ല രീതിയിൽ ആരാണെങ്കിലും അത് ജനങ്ങളെ സേവിക്കുന്ന തരത്തിലുള്ള അവരുടെ നാടിനെ നന്നാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടാവട്ടെ എന്നാണ്. വിഷാരടി വിളിച്ചു ചോദിക്കാം. നല്ല വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാടിന് വേണ്ടിയിട്ട് നാടിനെ നന്മ ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. അത് പാർട്ടി ഭേദമന്യേ ആരാണെങ്കിലും. അതേപോലെ തന്നെ പലരും ഉണ്ട് സിനിമയിൽ നിന്നും പിഷാരടി അല്ലാത്ത ആൾക്കാരും. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ നാടിന് നന്മ വരുന്ന ആരാണെങ്കിലും അത് പാർട്ടി ഭേദമന്യേ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് കഴിവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.